നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് നിയോഗിച്ച IT കമ്പനിക്കെതിരെ അന്വേഷണവുമായി സൈബറാബാദ് പോലീസ്. IT കമ്പനിയുടെ ആപ്പ് വഴി സംസ്ഥാനത്തെ വോട്ടേഴ്സിന്റെ ആധാർ, ഇലക്ട്രൽ റോൾ, ഗവൺമെന്റ് പദ്ധതി വിനിയോഗിക്കുന്നവർ, തിരഞ്ഞെടുപ്പ് വിവരങ്ങൾ എന്നിവ ആപ്പ് ദുരുപയോഗം ചെയ്തെന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേസിൽ സൈബറാബാദ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന IT ഗ്രിഡ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് ആരോപണം നേരിട്ടതിനെ തുടർന്ന് അന്വേഷണം നേരിടുന്നത്. തെലുങ്ക് ദേശം പാർട്ടി വരുന്ന തിരഞ്ഞെടുപ്പുകൾക്കായി തയ്യാറാക്കിയ ആപ്പാണിത്. ആന്ധ്രയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് TDP ആപ്പ് തയ്യാറാക്കാൻ കമ്പനിയെ നിയോഗിച്ചത്. കമ്പനി വിവരങ്ങൾ മോഷ്ടിച്ചതാണോ അതോ ആന്ധ്ര സർക്കാർ നൽകിയ വിവരങ്ങളാണോ തയ്യാറാക്കിയതെന്ന സംശയത്തിലാണ് പോലീസ്. സംഭവം വിവാദമായതോടെ ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ വാക്പോർ ആരംഭിച്ചു. TDPക്കായി ആപ്പ് തയ്യാറാക്കിയ IT ഗ്രിഡിനെ മനഃപൂർവ്വം അപമാനിക്കുകയാണ് പോലീസ് എന്നാണ് പാർട്ടി പറയുന്നത്. തെലങ്കാന ഭരിക്കുന്ന TRS ആന്ധ്രാപ്രദേശിലെ മുഖ്യ എതിർകക്ഷിയായ YSR കോൺഗ്രസിനെ സഹായിക്കുന്നു എന്നും TDP ആരോപിക്കുന്നു. YSR കോൺഗ്രസ് ആണ് കമ്പനിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. തുടർന്ന് കമ്പനിക്കെതിരെ പോലീസിൽ പരാതി ഉന്നയിച്ചിരുന്നു. TDPയുടെ സേവാമിത്ര ആപ്പും IT ഗ്രിഡിന്റേതാണെന്നും അതിനാൽ ഇവർക്ക് മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള വോട്ടേഴ്സിന്റെ വിവരങ്ങൾ അറിയാൻ കഴിയുമെന്നും പോലീസ് പറയുന്നു. സമാനമായി വോട്ട് ചെയ്തവരുടെ മുൻഗണന അറിയാനും അവർക്ക് സാധിക്കും. ആപ്പിൽ വോട്ടർ ID, ജാതി, വിലാസം എന്നീ വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്നും പോലീസ് പറയുന്നു. കമ്പനിയിൽ പോലീസ് റെയ്ഡ് നടത്തുകയും കമ്പ്യൂട്ടറും മറ്റ് ഹാർഡ് ഡിസ്കുകളും ശേഖരിക്കാൻ റെയ്ഡും നടത്തിയിരുന്നു. ആന്ധ്രാപ്രദേശ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടിക്കളയാൻ അജ്ഞാത സന്ദേശം ലഭിച്ചതായും പറയുന്നു. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.